യോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ BGM കളി തന്നെയാണ്. നമ്മൾ പബ്ജിയാണ് കളിക്കുന്നത്. നമ്മൾ സ്ക്വാഡായിട്ടാണ് കളിക്കുന്നത്. നമ്മളൊരു ക്ലാസിക് റാങ്ക്ഡ് മാച്ചാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. EVK മാപ്പ് ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കധികം പ്രാക്ടീസൊന്നുമില്ല ഗൈസ്. ഗൈറോസ്കോപ്പിട്ടാണ് നമ്മൾ കളിക്കുന്നത്. നല്ലോണം പരിശീലിക്കുന്നുണ്ട്, പക്ഷേ കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. നല്ലോണം പരിശീലിക്കുന്നുണ്ട് ഗൈസ്. നല്ലോണം പരിശീലിച്ച് നല്ലൊരു ഗെയിം പ്ലേ ആണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ റെക്കോർഡ് പറയുന്നത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് കേട്ടോ ഗൈസ്. ഗെയിം കളിച്ച് റെക്കോർഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഗെയിമിൻ്റെ ഒപ്പം പറയാൻ പറ്റില്ല ഗൈസ്. അത് അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നമുക്കിപ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മാപ്പ് എവിടെ ഇറങ്ങേണ്ടതെന്ന് കൺഫ്യൂഷനാണ്. അത് ചാടിക്കുന്നില്ല. നമ്മൾ അവരുടെ കൂടെ സ്ക്വാഡിൻ്റെ കൂടെ ഇറങ്ങാനാണ് നമ്മൾ നിൽക്കുന്നത്. സ്ക്വാഡിൻ്റെ കൂടെ ഇറങ്ങിയ സപ്പോർട്ട് ഉണ്ടാകും ഗൈസ്. നമ്മൾ സ്ക്വാഡിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങാനാണ്. 150 കിലോമീറ്റർ സ്പീഡില്ല. എടേ താഴെ എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൂട്ട് വെറുക്കാം. നമ്മൾ മറ്റേ എന്താണ് പാരച്യൂട്ട് ഇട്ട് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൂട്ട് വെറുക്കണം. അടുത്ത പ്ലാൻ ലൂട്ട് വെറുക്കലാണ് ഗൈസ്. അപ്പോൾ ലൂട്ട് വെറുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, അങ്ങനെ ഇതൊക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ നമുക്ക് അമർത്താൻ മറക്കരുത്. അതൊക്കെ അമർത്തിയില്ലെങ്കിൽ അതിനുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ നോട്ടിഫിക്കേഷൻ കിട്ടില്ലെന്ന്. അപ്പം ഇപ്പം തന്നെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചോ. അപ്പോൾ നമുക്കൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ തോക്കിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. അതാണ് ഗൈസ് പ്രശ്നം. ആ തോക്കിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് ആ തോക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പോവാം. നമുക്കിനി ഓരോ വീട് കയറി നിരങ്ങാം ഗൈസ്. ഇനി വേറെ വഴിയുള്ളൂ. എനിമീസിനെ ഒന്നും കാണുന്നില്ല ഗൈസ്. അതിൻ്റെയൊക്കെ പൊക്കത്തുണ്ടാവും മറ്റേ ടോപ്പിൽ. പക്ഷെ അവിടെയൊക്കെ പോയാൽ പെട്ടിയാവും ഗൈസ്. അത് ഉറപ്പാണ്. എനിക്കാണെങ്കിൽ ഒട്ടും പ്രാക്ടീസ് ഇല്ല. ഞാനാണെങ്കിൽ അതിൻ്റെ പൊക്കത്ത് കയറി കഴിഞ്ഞിട്ടില്ലേ അവിടെ പൊക്കത്ത് നിൽക്കും. പൊക്കത്ത് നിന്നിട്ട് അവിടെ നിൽക്കും. എൻ്റെ വെടി നോക്കാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും കൂടെ സ്ക്വാഡായിട്ട് വന്ന് അടിച്ച് പെട്ടിയാക്കിയിട്ടു. അതാണ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങണം ഗൈസ്. ആ പൊക്കത്ത് പോയ 1-2 പ്ലെയർ ഇല്ലേ ഗൈസ്, അവന്മാരിപ്പം തന്നെ പെട്ടിയാവും. മിക്കവാറും അവന്മാർ പെട്ടിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ പൊക്കത്തേക്കൊന്ന് കയറി നോക്കാം. പാടില്ലേ, അപ്പോൾ സീനില്ല. നമുക്ക് അതിൻ്റെ പൊക്കത്തേക്ക് പോകാം. നമുക്ക് ഇവിടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വല്ല ലൂട്ട് വേണ്ടെന്നൊക്കെ നോക്കാം. ഒരു തോക്കെ കിട്ടിയിട്ടുള്ളൂ. നല്ലൊരു തോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. ഗൈസ് ഇവിടെ ഒരു എനിമി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ചെറുതായിട്ട് ഇവിടെ ഒരു എനിമി ഉണ്ട് ഗൈസ്. നേരത്തെ നമ്മൾ കളിച്ചപ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. ഇവിടെ എനിമി ഉണ്ട് ഗൈസ്. ഇതിൻ്റെ പൊക്കത്തൂടെ കയറാനൊക്കെ ഭയങ്കര വേണം. വെറുതെ നിന്നോടത്തപ്പോൾ കയറിപ്പോയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പൊക്കത്ത് കയറിയിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ലൂട്ട് എടുത്ത് ഒന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോഴത്തേക്കും ഗൈസ് അപ്പുറത്തെ ഒരു എനിമി ഉണ്ട് ഗൈസ്. അവൻ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യണം. എനിക്ക് ഡാമേജ് കയറിയില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഇപ്പം അവൻ മഞ്ഞുണ്ട്. അവൻ വരുമ്പോൾ നമുക്ക് ചാടി അടിക്കണം ഗൈസ്. അങ്ങനെ നമ്മളവനെ ലോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. ലോക്കാക്കിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ തോക്കുണ്ട് ഗൈസ്. ഞാനിവനെ ലോക്കാക്കിയില്ല ഗൈസ്. ഈ ലോക്കാക്കിയ സമയത്ത് അപ്പുറത്തെ ഒരു എനിമി ഉണ്ടെന്ന് കണ്ടില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പുറത്തുനിന്നും അടി തന്നെയുണ്ട്. എനിക്ക് ഒരു ഇതില്ല. അപ്പുറത്തെ എനിമയുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ഇപ്പുറത്തുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അവനെന്നെ കൊല്ലാത്ത എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാം. അവന്മാർ കയറി വരുമ്പോൾ അടിക്കാനുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ്. നമ്മളിവിടെ അങ്ങനെ ക്യാമ്പ് ചെയ്ത് നിൽക്കണേണ്. അവൻ വന്നുമില്ല. അവനവിടെ തന്നെ നിൽക്കണം. ഇതിൻ്റെ വിടവിൽ കൂടെ അടിക്കാനും പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടിക്കാൻ പറ്റുമോ നോക്കാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവനെ അടിക്കാം. പുറകെ അവൻ എന്താ തന്നെ അടിക്കാത്തതെന്ന് എനിക്കറിയാത്ത ഗൈസ്. അവനെ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുക. എന്തായാലും നമുക്ക് അവനെ കൊല്ലാം. മുന്നിൽ നിൽക്കണവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവനെ നമുക്ക് അടിച്ചു കൊല്ലാം ഗൈസ്. നമ്മളവനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളവനെ ലോക്ക് ചെയ്ത് നമ്മളവനെ കൊന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളവനെ കൊന്നു ഗൈസ്. അങ്ങനെ നമ്മൾ 2 കില്ല് ഫിനിഷ് ചെയ്തേക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ 2 കില്ല് ഫിനിഷ് ചെയ്തു. നമ്മളങ്ങനെ 2 കില്ല് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് അവനെ ലൂട്ടാം. അവൻ്റെ ലൂട്ട് എടുത്തിട്ടുണ്ട്.
അങ്ങനെ അവൻ്റെ ലൂട്ട് മൊത്തം നമ്മളെടുത്ത് ഗണ്ണ് സ്വിച്ച് ചെയ്ത് നമ്മൾ പോകണേണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ബാക്കിലുള്ളവൻ മറ്റവൻ ലോക്കാക്കി ഗൈസാണ്. അവനെ കൊന്ന്. നമുക്ക് ഡ്രസ്സൊന്ന് മാറാം. ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി, എന്നിട്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം ഗൈസ്. നമ്മുടെ ലക്ഷ്യ സാധനം മലമുകളിൽ കയറണം. നമ്മൾ നമ്മളുടെ മലമുകളിൽ കയറാൻ പോകുകയാണ് ഗൈസ്. നമ്മൾ മറ്റേ പറക്കണ ക്ലൗഡ് ആ സാധനമൊക്കെ വെച്ചിട്ട് പോകാൻ പോണേ. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുമെന്നറിയാം, ഇവിടെ കുറേ കാക്കകളും കുരുവികളൊക്കെ കരയുന്നുണ്ട് ഗൈസ്. എൻ്റെ വീടിൻ്റെ ചുറ്റുമൊത്തം മരങ്ങളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിളികളുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോഴാണ് അപ്പുറത്ത് ഒരു വെടി വെക്കണ ശബ്ദം. അപ്പുറത്ത് എനിമയുണ്ട് ഗൈസ്. അവനെ കൊല്ലണം. ഗൈസ് അവൻ നമ്മളെ ലോക്കാക്കിയടാ. അവനെ നല്ലോണം കളിക്കാനറിയാം, അതുകൊണ്ടാണ് നമ്മളെ ലോക്കാക്കിയത്. ഇനിയില്ല, നമ്മൾക്ക് റിവൈവ് ആവാൻ പറ്റും. റീകോൾ ചെയ്യാൻ പറയാം അവനോട്. ഗൈസ് അങ്ങനെ അവനോട് റീകോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ റീകോൾ ചെയ്യാനില്ല ഗൈസ്. അവനവിടെ ഒരുത്തന്നെ ലോക്കാക്കി വെച്ചേക്കണേന്. അങ്ങനെ അവൻ ആ കില്ല് ഫിനിഷ് ചെയ്തു ഗൈസ്. അവൻ ലൂട്ടറാണെന്ന് തോന്നുന്നു. അത് തന്നെ, അവൻ ലൂട്ടണേന്ന്. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല, അവൻ പോണില്ല ഗൈസ്. അവൻ അവിടെ തന്നെ ഇടണേ. അവിടെ പോയി റിവൈവ് അടിയാ. അവിടെ ഒന്ന് റിവൈവ് അടിയ ബായ്. റിവൈവ് ആയി ഗൈസ്. വേറെ ഒരുത്തനെ പിടിച്ചാണ് റിവൈവ് അടിച്ചു ഗൈസ്. വേറെ ഒരുത്തനെ പിടിച്ചാണെന്ന് തോന്നുന്നു റിവൈവ് അടിച്ചത്. എന്തായാലും പോട്ടെ. ഇവൻ റീകോൾ ചെയ്യാൻ പോണേണ് ഗൈസ്. റിവൈവ് ഞാൻ പഠിച്ചേ. റിവൈവ് എന്ന് പറയണ എന്താ, ഫ്രീ ഫയർ കളിക്കും ഗൈസ്. റിവൈവ് തന്നെ, സോറി ഗൈസ്, റീകോളാണ്. അങ്ങനെ ഇവന്മാരെങ്ങോട്ടൊക്കെ ഓടിപ്പോണ്ട് ഗൈസ്. ബംഗാളികളാണ് ഗൈസ്. ഞാൻ സിൽവർ 5 ആറ്റി എത്തിയിട്ടുള്ളൂ. നമുക്ക് ഗോൾഡ് ആക്കണം. നമ്മളങ്ങനെ പ്രോ പ്ലെയർ ആവും ഗൈസ്. നോക്കിക്കോ ഗൈസ്, ഞാൻ ഒരു തവണ നോക്കിക്കോ യൂട്യൂബർ ആയിരിക്കും ഗൈസ്. ഞാൻ ലോകത്തിലെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അറിയില്ല ഗൈസ്, ചുമ്മാ ഇങ്ങനെ അടിച്ചു വിടണേന്ന്. ഗൈസ് അവൻ റീകോൾ ചെയ്യാൻ ചെയ്യാനുണ്ട്. നമ്മളെ റീകോൾ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മളെ റീകോൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഫ്ലൈറ്റിലാണ്. നമ്മളിപ്പോൾ താഴെ ചാടും. ചാടി ഗൈസ്. നമ്മളങ്ങനെ ചാടിയിട്ടുണ്ട്. എടേ നമ്മുടെ ഡ്രസ്സ് പോയിട്ടില്ലടേ ഗൈസ്. നമ്മളങ്ങനെ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. പാരഷൂട്ടിൽ ഇറങ്ങിയിട്ടുമുണ്ട്. നമ്മളങ്ങനെ ഇറങ്ങി. നമുക്ക് ലൂട്ടാം. കുറച്ച് ലൂട്ട് വേണം. ഒരു ലൂട്ടും കാണുന്നില്ല ഗൈസ്. അതാണ് മറ്റേ സ്ക്രല അങ്ങനെ എന്തോ തോക്കല്ലേ. ആ തോക്ക അതിൻ്റെ പേരാണ്. അതാണ് എൻ്റെ പേരെന്ന് തോന്നുന്നു, ഈ തോക്കിൻ്റെ പേര്. എനിക്ക് ഈ തോക്കിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല ഗൈസ്. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, അതാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം എന്തോ ഒരു കാൽപ്പാട്. അതിൻ്റെ പുറകിൽ ഒരു എനിമി ഉണ്ട് ഗൈസ്. അവിടെ ഒരു മിനിറ്റ് കണ്ട് ഗൈസ്. അവനത് വെടി ലോക്കാക്കി ഉണ്ട് ഗൈസ്. അവനെ നമ്മൾ ലോക്കാക്കി ഗൈസ്. കംപ്ലീറ്റ് ചെയ്യാം. നമ്മളവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. അപ്പോൾ ഇപ്പം ടോട്ടലി 3 കിൽസ് എടുത്തിട്ടുണ്ട് ഗൈസ്. 3 കിൽസ്, 3 കില്ലെടുത്ത് ഗൈസ്. നമ്മളങ്ങനെ 3 കില്ലെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോവാം ഗൈസ്. ഇടയ്ക്ക് ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അത് എന്താണെന്ന് അറിയില്ല. അത് വന്നാണ്. ഇവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു എനിമി കണ്ട പോലെ ഉണ്ട് ചെറുതായിട്ട്. ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. നമുക്ക് ഇതുവഴി പോവാം. നമുക്ക് ആ സാധനമൊക്കെ ഇട്ടിട്ട് പോവാം. നമുക്ക് നൈസായിട്ട് നമുക്ക് പറന്നു പോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്ക് സ്കോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഒക്കെ ഇട്ട് നോക്കാം ഗൈസ്. നമുക്ക് എല്ലായിടത്തും നമ്മളങ്ങനെ സ്കോപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. റിവൈവൽ പോയിന്റ് നമുക്ക് നോക്കാം. നമ്മൾ സ്കോപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അവിടെ ഒന്നും ആരുമില്ല ഗൈസ്. പക്ഷെ അടി വന്നിട്ടുണ്ട് ഗൈസ്. നല്ല ശബ്ദം. എവിടെന്നാ ശബ്ദം കേൾക്കണെന്നൊന്നും അറിയില്ല ഗൈസ്. എവിടെന്നാ ശബ്ദം. എനിമീസ് ഉണ്ട് അടുത്ത്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. പറന്ന് നിന്ന് നോക്കാം. ഇപ്പോൾ പറന്ന് നിന്ന് നോക്കാം. അപ്പോഴാണ് ചത്താരും നമ്മൾ അറിഞ്ഞത്. അവൻ നമുക്ക് റീകോൾ ചെയ്തിട്ട് നമുക്ക് പോകാം ഗൈസ്. റീകോൾ ചെയ്തോണ്ടിരിക്കണേ. വണ്ടിയുടെ ശബ്ദമുണ്ട് ഗൈസ്. എന്തോ ഒരു എനിമിക്കൂട്ടം വന്നുണ്ട്. എന്തോ ഒരു അപകടം നടക്കുന്നുണ്ട് ഗൈസ്. അപ്പം അവന്മാർ ഉണ്ട്. ഏതോ ഒരു എനിമീസ് ഉണ്ട് ഗൈസ്. ഇവിടെ അടുത്ത് എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. അവിടെ എനിമിയാണ്. അത് എനിമി അല്ല ഗൈസ്. അത് എന്തോ മരത്തിൻ്റെ ഒരു ഇതാണ്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
നമുക്ക് ഇവിടെ ലൂട്ടാണ് ഞാൻ നോക്കുന്നത്. ലൂട്ട് നോക്കണേ, ഒരു UMP കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ. അവിടെ ഒരു ഇറങ്ങി വന്നപ്പോൾ തന്നെ അവൻ പെട്ടിയാ കേസ്. എന്ത് ചട്ടിയാണെന്ന് നോക്കണേ. ഞാൻ കണ്ട് കണ്ടിട്ട് എനിക്ക് വെടിവെക്കാൻ പറ്റിയില്ല കേസ്. അത് സീനില്ല, എന്തായാലും ഇക്കളി പൊട്ടും കേസ്. ഒരുത്തനും കൂടെ ലോക്കായി അവനും ചത്ത്. ഇനി രണ്ടാളും കൂടെ ഉള്ള അവരെന്തായാലും ഉടനെ ചാവും. മാപ്പ് നോക്കാം നമുക്ക് നൈസായിട്ട്. മാപ്പിൽ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാം. മാപ്പിൽ എന്തോ സ്ഥലം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് അടിച്ച് പോവാം. കുറേ ഉണ്ട് കേസ്. ഇത് ലാഗാവും കേസ്. വെറുതെ കുറേ സമയം പോകും നമ്മളിങ്ങനെ ഇതും കണ്ടുകൊണ്ടിരുന്ന സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതായത് നമ്മളെ സ്കോറ് ഒരു 15% കൂടിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളങ്ങനെ ഓഫ് അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഡിന്നർ അടിച്ചില്ല കേസ്. നമുക്ക് അടുത്ത തവണ അടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് കാണുമ്പോൾ ബൈ ഗൈസ്.